BLMന്റെ കണ്ണൂർ കാസർഗോഡ് മെമ്പേഴ്സ് മീറ്റാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ BLM ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സഹകരണ സ്ഥാപനമാണ്. ജീവിതം വന്നപ്പോഴാണ് ഞാൻ എല്ലാം നേടിയത്. ദൈവതുല്യനായ ഒരു ചെയർമാനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ സ്റ്റാഫിലും ഭയങ്കര സ്നേഹമാണ്. ജീവിതം മുന്നോട്ട് പോയത് നല്ലൊരു രീതിയിൽ പോയത് BLMൽ വന്നതിന് ശേഷമാണ്. ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഈ BLM എന്ന മഹാപ്രസ്ഥാനം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സും നിങ്ങളെ മനസ്സും നിങ്ങളെ ശരീരവും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയും ഞാൻ പറയുന്ന ഒരു വിഷയമുള്ളൂ. നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിൽ ഒരു ദിവസം നന്മ ഉണ്ടാവാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങളും ഉണ്ടാവുന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തുള്ള പ്രാർത്ഥന. ഈ BLM നെഞ്ചിലെ ഏറ്റെടുത്ത് ഉങ്ങളിടത്തിലെ വന്ന് സംസാരിച്ച് ഉങ്ങളിടത്തിലെ BLM കുറിച്ച് ഉങ്ങളുടെ വിഷൻ എന്താണ് നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ ഇത്ര കാലം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഒത്ത വാർത്തയിൽ ഞാൻ നന്ദി എന്ന് പറയാം. 21 വർഷത്തെ വിശ്വാസ്യതയും സ്വീകാര്യതയും നേടിയ BLM അതിൻ്റെ കണ്ണൂർ കാസർഗോഡ് മെമ്പേഴ്സ് മീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് ഇവിടെയുള്ള സഹകാരികൾക്ക് BLM നൽകിയ സർവീസ് എല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. BLMനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയ്ക്കും പറയാനുണ്ട്. കാരണം നമ്മളെ എന്ന് പറയില്ലെന്ന് എനിക്കറിയില്ല. നമ്മളെ ജീവിതം തന്നെ BLM മനസ്സിലായോ. നമുക്ക് ഈ ചെയർമാൻ പറഞ്ഞാൽ നമുക്ക് ദൈവമാണ്. നമുക്ക് എല്ലാ സഹായവും പറയാൻ പറ്റില്ല. ഇത്രയും സന്തോഷം. ഇത്രയും പറയാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സഹകരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം മെമ്പർമാരുണ്ട്. 20 വർഷമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. എങ്കിലും 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ 15 ലക്ഷത്തോളം മെമ്പർമാരുള്ളതിൽ ഒരു മെമ്പർ പോലും ഈ 20 വർഷമായിട്ടും ഒരു പരാതി പോലും ഉന്നയിക്കാത്ത നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏക സ്ഥാപനമാണ് BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ചേട്ടൻ BLMന്റെ അംഗമായിട്ട് എത്ര കാലമായി? ഞാൻ 7 വർഷമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മാറ്റങ്ങളാണ് BLMന് ശേഷം? അതായത് ആദ്യം ഫേക്ക് ന്യൂസ് ഒരു വർഷം കണ്ടു. ആ ഫേക്ക് ന്യൂസ് കണ്ടപ്പോൾ ഞാൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 7ഓളം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഏത് സ്ഥാപനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായത്. അങ്ങനെ അപ്പോൾ അതിൽ നിന്നും ഈ ഒരു വർഷത്തെ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിരുന്ന കാര്യം ഈ രാജ്യത്തെ മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞാലും തകരാതിരിക്കുന്ന ഏക സ്ഥാപനം അത് BLM മാത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. ചേട്ടാ എന്താണ് BLMനെ കുറിച്ച് പറയാനുള്ളത്, അതായത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ സർക്കാരിന് പോലും കൊടുക്കാൻ പറ്റാത്ത ജോലി കൊടുത്ത് കുടുംബത്തെ രക്ഷപ്പെടുന്ന ഒരു സ്ഥാപനം. മറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇൻവെസ്റ്റർമാർക്ക് മാനമായ ലാഭവിഹിതം കൊടുത്തുകൊണ്ട് ഈ 20 വർഷത്തിനടുത്ത് ഒരു കസ്റ്റമറുടെയും പരാതി കേൾക്കാത്ത ഒരു സ്ഥാപനം. ഞാൻ കഴിഞ്ഞ 9 വർഷമായി BLMൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബം പ്രായമായ എനിക്ക് ജീവിക്കാനുള്ള ഉപാധി BLMലൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കാലത്ത് പൊതുപ്രവർത്തനമായിരുന്നു. ഒന്നും നേടാൻ കഴിഞ്ഞില്ല. BLM വന്നപ്പോഴാണ് ഞാൻ എല്ലാം നേടിയത്. BLM ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു അത്താണിയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആരൊക്കെ എതിർത്താലും നിരവധി നമുക്ക് നെഗറ്റീവ് ടീമുകളുണ്ട്. ആരൊക്കെ എതിർത്താലും ഈ BLM എന്ന പ്രസ്ഥാനം അത്രയും വളർന്നു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കളുമുണ്ട്. അത് വളർച്ച ഉണ്ടാകുന്നവരും ശത്രുക്കളുണ്ട്. അതാണ് മാങ്ങയുണ്ടെങ്കിൽ മാവിന് കല്ലെറിയും. വെറുതെ ആരും മാവിന് കല്ലെറിയില്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ല സേവനം നടത്തുന്നതുകൊണ്ട് തന്നെ അസൂയാക്കളായ നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളോടൊക്കെ ഇതിനെ കാര്യങ്ങൾ അറിയാതെ വിമർശിക്കുന്നു. എന്താണ് BLM, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാതെയാണ് നാട്ടിലെ സഹകരണ സംഘങ്ങൾ ഇതിനെ വിമർശിക്കുന്നത്. BLMന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അനുറാമാണ് നമ്മുടെ കൂടെയുള്ളത്. സർ, ഞാനും ഇവിടെയുള്ള എല്ലാ ഇൻവെസ്റ്റർ പോലെ
ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതറിഞ്ഞു. ഭയങ്കര സംശയത്തിലായിരുന്നു ഞാൻ ഉണ്ടായത്. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചു. മാഹി ബ്രാഞ്ച് അന്നത്തെ കാലത്ത് 12 വർഷം ഇതായിട്ടുള്ള ബ്രാഞ്ചിൽ ഞാൻ പോയി മനസ്സിലാക്കി അങ്ങനെ ഇതിലേക്ക് കടന്നു വരികയും പിന്നെ ഇത് ഞാനൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരികയും അങ്ങനെ പ്രവർത്തിച്ച് ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇതിലേക്ക്. എല്ലാവരും ആദ്യം ഇതിനെ ഒരു സംശയത്തോടെ കാണും. ഇത് ഒരുപാട് എതിർക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ചെയർമാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെയർമാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിപ്പം അത്രമാത്രം 126 മേലെ ബ്രാഞ്ചുകളായിട്ട് 3 സ്റ്റേറ്റിൽ മേലെ പ്രവർത്തിക്കുന്ന ഈ രീതിയിലേക്ക് വരുന്നത് ഈ ഒരു ചെയർമാൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ചെയർമാനോട്. ഇത് വന്നതിന് ശേഷം ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഉയർച്ചയുണ്ട്. എങ്ങനെയാണ് BLM-ൽ ഞാനൊരു ഇൻ്റർവ്യൂ വഴിയാണ് എത്തിപ്പെട്ടത്. ആദ്യമൊക്കെ ഒരു മടി തോന്നിയെങ്കിലും പക്ഷേ BLM-ൽ വന്നതിന് ശേഷമാണ് ജീവിതത്തിലൊരു നല്ലൊരു ജീവിതം മുന്നോട്ട് പോയത്, നല്ലൊരു രീതിയിൽ പോയത് BLM-ൽ വന്നതിന് ശേഷമാണ്. BLM എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേംകുമാർ സാറ്, അദ്ദേഹം നമുക്ക് ദൈവതുല്യനാണ്. നമുക്കിതെല്ലാം തന്നെ പറയാനില്ലത്. BLM എന്ന് നമ്മളിവിടെ എത്തിപ്പെടാൻ കാരണം ആ മഹാവ്യക്തി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നിന്ന് ഇങ്ങനൊരു വേദിയിലെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഇതാണ്. നമ്മളെപ്പോലെയില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തൊഴിലാണ്. ഒരുപാട് കുടുംബങ്ങൾ 20,000-ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ. BLM-ൽ വന്നതിന് ശേഷം ചേച്ചിക്ക് ലൈഫിലുണ്ടായ മാറ്റങ്ങൾ? ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങളുണ്ടായി. സൊസൈറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, 3 സ്റ്റേറ്റിലും ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബം പോലെയാണ് എല്ലാവരും. BLM-ൽ എല്ലാവരും നമ്മുടെ സ്വന്തം കുടുംബമാണ്. ചേച്ചി BLM-നെ കുറിച്ച് 2 വാക്ക് പറയാം. നല്ല ഒരു അഭിപ്രായമാണ്. ഇത് ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ്. എന്താണ് BLM-ൽ അംഗമായതിനു ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ? കുറേ ചേഞ്ചസ് വന്നു. നമ്മൾ പേഴ്സണാലിറ്റിയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നു. ശേഷം ഒരുപാട് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. BLM എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഞാൻ മുന്നേ വരേണ്ടതായിരുന്നു. ഞാനിപ്പോൾ 7 വർഷമേ ആയുള്ളൂ. അതിന് മുന്നേ ചേരേണ്ടതായിരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. BLM എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ, അത്ര. ചെയർമാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചെയർമാൻ നമ്മളെ ദൈവമല്ലേ, ദൈവത്തിനെ പോലത്തെ ഒരു മനുഷ്യന്. അതന്നെ പറയാനില്ല. എല്ലാ സ്റ്റാഫെല്ലാം ഭയങ്കര സ്നേഹമാണ്. അപ്പുറപ്പുറം നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ എല്ലാം ചെയ്യാനും. പിന്നെ സീനിയറായിട്ടുള്ള ഭാർഗവൻ സാറും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും മടി പിടിച്ചെടുത്ത് വീണ്ടും ഞാൻ വന്നു ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എത്ര വർഷമായി അപ്പോൾ BLM-ൽ? ചെറിയ അത്രയായിട്ട് സെപ്റ്റംബറിൽ ഞാൻ ചേർന്നത്. ഇപ്പോൾ അത്രയും വർഷമായിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി BLM-ൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്താണ് BLM-നെ കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെ മാറ്റങ്ങളാണ് BLM-ൽ അംഗമായതിനു ശേഷം വന്നിട്ടുള്ളത്? ഞങ്ങൾ പിന്നെ BLM സൊസൈറ്റിയിൽ ശ്രീകണ്ഠാപുരമാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 3 വർഷമായി ഞങ്ങൾ ഇവിടെ ശ്രീകണ്ഠാപുരം സൊസൈറ്റിയിൽ വന്നിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടുന്ന് നമുക്ക് കമ്മീഷൻ കിട്ടുന്ന മാതിരി എവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും. പക്ഷേ ഇവിടെ നിന്നാണ് എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടാൻ സാധിച്ചത്. ചെയർമാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചെയർമാൻ നല്ല ഒരു ദൈവഭക്തനാണ്. നമുക്ക് തന്നെ ഒരു ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആയാലും സന്ധ്യയൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ ആയാലും നമ്മൾ BLM-ൽ കൂടി നല്ലതാവണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ ചെയർമാൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അപ്രതീക്ഷിതമായി ഇതിലെത്തിയതാണ്. വിചാരിക്കാണ്ട് പെട്ടെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ ഒരു വരുമാനം എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചെറിയൊരു പൈസകൾ സേവ് ചെയ്യാൻ നോക്കുന്നത്. സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം ചെറിയ ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നു. BLM-ൽ അംഗമായതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്? നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഗുണം തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ് BLM-ൽ അംഗമായത്? BLM-ൽ നമ്മളെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ മുഖാന്തരം 7 വർഷം മുന്നേ എന്നോട് പറഞ്ഞത്. ഞാൻ മടിച്ചു നിന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ ഇപ്പം 1.5 കൊല്ലമായിട്ടുള്ളൂ. BLM-ൽ അംഗമായതിനു ശേഷം ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് പറയുന്നത്? വളരെ നല്ല മാറ്റമാണ്. ഞാനിപ്പോൾ 3 വർഷമായി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ ഈ ഒരു മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു തന്നെയാണ്. എങ്ങനെയാണ് എത്തിയത്? ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ടായിനി. അതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാവണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ജീവിതം ആകെ മാറി. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
വളരെ നല്ല അഭിപ്രായമാണ്. അതായത് നമ്മൾക്കിപ്പോൾ എന്തൊരു ആവശ്യത്തിനും നമ്മുടെ ഹസ്ബൻഡോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മക്കളുടെ കാര്യങ്ങളായാലും ഇപ്പം അതൊന്നും ആവശ്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി തന്നത് BLM ആണ്. നല്ലതാണ്. എത്ര വർഷമായി? ഞാനിപ്പോൾ 3 വർഷമായി. എല്ലാം മെച്ചേർഡായി കൃത്യമായിട്ട് കസ്റ്റമർക്ക് അത് കൊടുക്കാൻ പറ്റി. അവർ തിരിച്ച് വീണ്ടും ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു 3 വർഷമായി ഇതിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് നല്ല ഒരു വരുമാനം അവൾ മുഖാന്തരം എനിക്ക് വാങ്ങിത്തരാൻ പറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേംകുമാർ സാറ് ഒരു ദൈവതുല്യനായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്ന എപ്പം ഏത് സമയത്തായാലും നമ്മൾ പ്രേംകുമാർ സാറിനെയാണ് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ BLMലേക്ക് കൂടി നമ്മൾ ഒരു നല്ല വരുമാനം നേടിയെടുക്കണം എന്നാണ് നമ്മളെ ഒരു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. നമുക്ക് ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ആരും ഒരു സ്കീമിന് ചോദിച്ചാലും ആരായാലും തരുന്നുണ്ട്. ചേട്ടാ, എന്താണ് BLMൽ അംഗമായതിനു ശേഷം ചേട്ടൻ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം? ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂട്ടായിട്ട് നിൽക്കുമ്പോഴുള്ളൊരു വിജയം, അത് ആ BLM കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മൾ BLM ഉണ്ട് എന്നുള്ളൊരു ധൈര്യം. അതുപോലെ തന്നെ ഒട്ടനവധി നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലേക്ക് നമുക്ക് എന്താ പറയുക, ചില ആളുകൾക്ക് സന്തോഷം കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പൈസ അവരെ മെച്യൂരിറ്റി ആയിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ അവരെ പല നല്ല കാര്യങ്ങളും ഉപയോഗപ്പെടുന്ന കാണുമ്പോൾ ഒരുപാട് അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു നിർവൃതി, നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരു നിർവൃതി ഉണ്ടാകാറുണ്ട്. എത്ര വർഷത്തോളമായി? ഞാനിപ്പോൾ 5 വർഷത്തോളമായി, 6 വർഷമാകാനായി. നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. BLMൻ്റെ എൻ്റെ ഉപജീവന മാർഗ്ഗം ഇപ്പോൾ BLM ആണ്. ഞാൻ 2 വർഷമായി ഇതിൽ ഏജൻസി എടുത്തിട്ട് മോശമുള്ള രീതിയിൽ പോകുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് BLMൽ അംഗമായതിനു ശേഷം വന്നിട്ടുള്ളത്? ജീവിതത്തിൽ തന്നെ കുറച്ച് വരുമാനമായിട്ടും എല്ലാം മാറിയിട്ടുണ്ട്. സർ, BLMനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? BLMൽ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഞാനാണ്. BLMനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവതുല്യനായ ഒരു ചെയർമാനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ടീം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ബ്രാഞ്ചുകളും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സത്യസന്ധമായ രീതിയിൽ എല്ലാ ബ്രാഞ്ചിലും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇപ്പം നമ്മൾ മച്യൂർഡായി എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടീമിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ലാന്ന് കൃത്യമായ രീതിയിൽ സത്യസന്ധമായും എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ടീമിൽ ഇതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മിലിറ്ററി ടീമാണ് ഞാൻ കാഴ്ചവെച്ചിരിക്കുന്നത്. സാർ, എങ്ങനെയാണ് BLMലേക്ക് എത്തിയത്? ഞാൻ പട്ടാളത്തിൽ 30 വർഷം സർവീസ് ചെയ്ത് തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ സംസാരിച്ച സമയത്ത് നമ്മൾ ഈ ജോൺ പോൾ എന്ന് പറഞ്ഞ ആളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അയാൾ പറഞ്ഞ ഇങ്ങനൊരു സംഭവം. ഞാൻ പറഞ്ഞു, ഞാൻ പട്ടാളത്തിൽ 30 വർഷം സർവീസ് ചെയ്തു, 18 വയസ്സിൽ പോയതാണ്. അതിനുശേഷം ഇയാൾ വന്ന് എന്നോട് ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിലൊന്നിനും വിശ്വാസമില്ല. ഇയാൾ എന്നെ കൊണ്ടുപോയി അവിടെ ചേർത്തു. ഞാൻ ആദ്യത്തെ 1 മാസം എനിക്ക് എന്നാ വേണ്ടുന്നില്ല അർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഇന്നത്തെ തീയതിയിൽ 650 മേലെ പട്ടാളക്കാർ മാത്രം എൻ്റെ ലൈനിലുണ്ട്. ഓക്കെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അതിനുശേഷം അതിന് പുറമെ റിട്ടയേർഡ് പട്ടാളം, പോലീസ്, സ്കൂൾ മാഷന്മാർ എല്ലാം എൻ്റെ ടീമിലുണ്ട്. ഇന്ന് ഞാൻ ഈ പട്ടാളത്തിൽ നമ്മൾ കിട്ടിയ ശമ്പളത്തിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ ഇതിൽ മേടിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. വേറെ പറയാനില്ലേ, എൻ്റെ ത്രൂ തന്നെ ഞാൻ ഏകദേശം ഒരു 600ഓളം ആൾക്കാർക്ക് ജോലി മേടിച്ചു കൊടുത്തു. അത് മാത്രമേ എനിക്ക് പറയാം. എനിക്ക് അത്രയും ഇതാണ് ഈ നമ്മളെ ഈ BLMൽ കൂടി. ഞാൻ ഇനി വരാൻ പോകുന്ന കാലത്ത് എൻ്റെ കൂടെ വന്ന ഓരോരോ സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വന്ന എത്രയോ ആൾക്കാരുണ്ട്. എനിക്കിതിൽ വിശ്വാസമാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. BLMന്റെ സ്റ്റാഫുകളായ ചേച്ചിമാർ നമ്മുടെ കൂടെയുണ്ട്. എന്താ പേര്? അശ്വതി, സ്നേഹ, ശ്രീലക്ഷ്മി. ഓക്കെ, എന്താണ് BLMനെ കുറിച്ച് പറയാനുള്ളത്? BLMൽ വന്നത് തന്നെ ഒരു ദൈവത്തിന് അനുഗ്രഹമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് ആയത് BLM കാരണം തന്നെയാണ്. ഞാനിപ്പോൾ വന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ജീവിതത്തിൽ പല ഉയർച്ചകൾക്കും കാരണം BLM തന്നെയാണ്. നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ അനുഭവം എങ്ങനെയാണ്? ഞാൻ 1 വർഷമായി വന്നിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. സന്തോഷം. പാട്ട് പാടുന്നത് ചേച്ചിയല്ലേ? നിർബന്ധ വരമംഗളാ
BLM-ലേക്ക് എത്തിയത്? BLM-ലേക്ക് എത്തിയത് എൻ്റെ ഒരു കൂട്ടുകാരൻ KU ജോസഫ് എന്ന് പറയുന്ന സാറ് എന്നോട് വന്ന് BLM-നെ കുറിച്ച് സംസാരിച്ചു. BLM-ലെ പ്രോജക്റ്റുകളെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ തന്നെ നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ സൊസൈറ്റിയെക്കുറിച്ച് ഒന്ന് കേൾക്കണമെന്നും പഠിക്കണമെന്നും വിചാരിച്ച് ഞാൻ തളിപ്പറമ്പിലുള്ള BLM ടവറിലുള്ള ഞങ്ങളുടെ വീക്കിലി ചേംബറിൽ പങ്കെടുക്കുകയും അവിടെ നിന്നും BLM പ്രസ്ഥാനത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായി. തുടർന്ന് ഞാൻ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ഒക്കെ അടുത്ത് പോയി ഈ വിവരം പറയുകയും അവരെല്ലാവരും അനുകൂലമായി എന്നോടൊപ്പം നിൽക്കുകയും നല്ലൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുള്ള ലാഭവിഹിതം എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയതാണ്. ആർ പ്രേംകുമാർ സാറിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. A to Z ആൾക്കാർ ടോപ്പ് ടു ബോട്ടം എല്ലാവരും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, സിൻസിയർ ആണ്, ഏണസ്റ്റ് ആണ്, ഓണസ്റ്റ് ആണ്. അവർക്ക് ആ പ്രസ്ഥാനത്തോട് വളരെയധികം ഇൻറ്റഗ്രിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ലിപ് സർവീസ്, സ്റ്റേജ് ഷോ, ഇങ്ങനെ വാചക കസർത്ത് അല്ല എന്ന് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പ്രേംകുമാർ സാറിന് ദൈവം എന്നെല്ലാം അവർ പറയുന്നു, അന്നദാതാവ് എന്ന് പറയുന്നു. പക്ഷേ അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെ അങ്ങനെ മനസ്സിലാക്കിയും മാനിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വലിയ മനുഷ്യന എന്നുള്ളത് പിന്നെ ഞാൻ നേരിട്ട് കാണുന്നു, മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആയൊരു ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഈ പ്രസ്ഥാനത്തിലെ എല്ലാവരും തന്നെ വളരെ ഹാപ്പിയായി കാണുന്നതിലും നമ്മൾ ഹാപ്പിയാണ്. നമസ്കാരം. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഗംഭീരമായിരുന്നു. നോർത്ത് സൈഡ് മെമ്പേഴ്സ് മീറ്റായിരുന്നു. എല്ലാവർക്കും എല്ലാ രീതിയിലും BLM പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചോട് ചേർത്തണച്ച് സ്നേഹിക്കുന്ന നമ്മളെ മെമ്പേഴ്സിന് ഇന്നത്തെ ഒരു സന്തോഷ ദിനമായിരുന്നു. വളരെ സന്തോഷം. ഇന്നത്തെ മീറ്റിംഗ് വിജയകരമായിരുന്നായിരുന്നു. താങ്ക് യു.